ഹായ്, പുതിയൊരു വീഡിയോ ഇടാന്ന് വെച്ചു. ഇതൊരു പഴയ കഥയാണ്. കുറച്ചു കാലം മുമ്പ് ഡെലിവറി ടൈമിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ എക്ലാംസിയ. ഇതൊരു പ്രഗ്നൻസി സ്റ്റേജിൽ എല്ലാവർക്കും ഇല്ല, ചിലർക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ. അപ്പോൾ അത് യൂഷ്വലി ഒരു 20 വീക്സ് കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അത് നമുക്കിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഐ നെവർ ഹേർഡ് അബൌട്ട് ദിസ്. എനിക്കറിയത്തില്ല എന്താണ് പ്രീ എക്ലാംസിയ എന്ന്. സോ വി നെവർ കെയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിത് ഷെയർ ചെയ്യുന്നത്, ദർ ആർ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഇൻ ദിസ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ ഇറ്റ്സ് ഗുഡ്. സോ അതാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 150 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ. ഞാൻ സ്റ്റേ ഇൻ കിസൈസ്. കിസൈസിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഡ്രൈവ് ചെയ്ത് അവിടെ പോവും. ഐ വാസ് പ്രഗ്നൻറ്റ് ആൻഡ് 150 കിലോമീറ്റേഴ്സ് ഡ്രൈവിംഗ് അപ്പ് ആൻഡ് ഡൗൺ രാവിലെ ആൻഡ് ഈവനിങ്. ആൻഡ് ഈവനിങ്ങിലെ ട്രാഫിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വാസ് ഇൻ സെയിൽസ്. സോ ഐ ഹാഡ് ടു ട്രാവൽ എ ലോട്ട് ബിസൈഡ്സ് ദിസ് ട്രാവലിംഗ്. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഓഫീസിലെത്തും. ഓഫീസിൽ നിന്ന് പിന്നെ പ്രോബബ്ലി ആ ഒരു ടൈമിൽ ഒരു നമ്മുടെ പോസ്റ്റ് റിസഷൻ ടൈമായിരുന്നു. സോ there was nothing much happening in Dubai. അപ്പോൾ I was asked from the office to go to Abu Dhabi. So I had to travel to Abu Dhabi. അപ്പം ഈ ഒരു ഡ്രൈവിംഗ് കൂടാതെ I had to drive all the way to Abu Dhabi. So ഇവിടുന്ന് ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നിന്ന് അബുദാബിയിലെ പല സ്ഥലങ്ങളിൽ, സിറ്റിയിലും ഔട്ട്സ്കേർട്ട് ഓഫ് ദ സിറ്റീസിലും ഒക്കെ. അപ്പോൾ which was giving me a lot of stress. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്, എസ്പെഷ്യലി ഇൻ ദ ഈവനിങ്. ഉച്ച കഴിഞ്ഞിട്ട് ഐ ടോട്ടലി ഗെറ്റ് ട്രെയിൻഡ് ഓഫ്. ആൻഡ് സെയിൽസിലായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ദ പ്രഷർ ദറ്റ് യു ഗെറ്റ് ഫ്രം യുവർ മാനേജ്മെൻറ്റ് ടു റീച്ച് യുവർ ടാർഗറ്റ്സ്. ഐ ഓൾവേസ് റീച്ച് ദ ടാർഗറ്റ്സ്, പക്ഷേ I was quite above the targets always. പക്ഷേ still ആ ഒരു ടാർഗറ്റ് എത്താൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, people who are in the sales they will definitely come to know about it, how stressful it is and how embarrassed you will become. നമുക്ക് സെയിൽസ് മീറ്റിങ്ങിൽ when you get questioned and the way you get embarrassed. And on top of that, എനിക്ക് ആ ടൈമിൽ, because the situation, the market situation was very dull. അതുപോലെ തന്നെ ഈ നമുക്ക് ദുബായിൽ നിന്ന് അധികം വർക്ക് കിട്ടാത്തത് കൊണ്ടും ഐ ഹാഡ് ടു ട്രാവൽ ടു അബുദാബി. അങ്ങനെ അബുദാബി മാർക്കറ്റ് നമുക്ക് അത്ര വലിയ ഒരു ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് ഈവൻ ടഫർ ദാൻ ദി അതർ വൺ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ടൈമായിരുന്നു, എസ്പെഷ്യലി വെൻ യു ആർ പ്രഗ്നൻറ്റ്. അപ്പോൾ വൺസ് ഇൻ ദ മീറ്റിംഗ് ദേ വെർ ആസ്കിങ് മീ, ഐ വാസ് ടോട്ടലി, എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം തോന്നിയ ഒരു ടൈമായിരുന്നു ആ ലാസ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. അതായത് ഒരു 30 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ടോട്ടലി ഗെറ്റിംഗ് ഡ്രെയിൻഡ് ഓഫ്. ഈ ഒരു ഡ്രൈവിങ്ങും അതിൻ്റെ കൂടെ ഉള്ള ഓഫീസിൽ നിന്നുള്ള പ്രഷറും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഐ വാസ് സഫറിങ് എ ലോട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി. അപ്പോൾ വൺസ് ഒരു ആഴ്ച ഐ വാസ് നോട്ട് ഗോയിങ് ടു അബുദാബി. ആൻഡ് ദേ ആസ്ക്ഡ് മീ why you not going to Abu Dhabi? And അത് എന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. They know that I am pregnant and they asked me this question and many other questions. which really embarrassed me. Embarrassing and I was totally
ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഐ വാസ് ആഫ്റ്റർ ദാറ്റ് ഐ ടോട്ടലി ഗെറ്റ് ട്രെയിൻഡ് ഓഫ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാത്ത ഒരു മെൻ്റൽ സിറ്റുവേഷനിലായിരുന്നു. ഐ വാസ് ടോട്ടലി സ്ട്രെസ്ഡ് ഔട്ട് ആൻഡ് മെനി അതർ തിങ്സ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ഓഫീസ്. അപ്പോൾ ഇത് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആൻഡ് മോറോവർ ഐ വാസ് എ ഹൈപ്പോതൈറോയിഡ് പേഷ്യൻറ്റ്. ഒത്തിരി വർഷമായിട്ട് ഞാൻ ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഐ തിങ്ക് അറൗണ്ട് 32nd week ഓർ സംതിങ്, 32 weeks ഒക്കെ ആയപ്പോഴത്തേക്കും മൈ തൈറോയിഡ് ലെവൽ വാസ് ഗോയിങ് അപ്പ് അൺനോയിങ്ലി. നമ്മൾ അറിയുന്നില്ല. ദ ഡോക്ടേഴ്സ് ദേ ഡിഡ്ന്റ് ആസ്ക് മീ ടു ചെക്ക്. മൈ എവറിത്തിങ് വാസ് നോർമൽ. എൻ്റെ BP എല്ലാം എവറി വീക്ക് വി ഹാഡ് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നല്ലോ ഡോക്ടറായിട്ട്, ഗൈനക്കായിട്ട് അപ്പോയിൻമെൻറ്റ്സ് എവറി വീക്ക് വി ഹാഡ്. സോ BP was normal, everything was normal, so they also didn't give much ഇത്. പക്ഷേ 34 weeks ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഗോയിങ്, എനിക്ക് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കാറിൽ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് ഐ ഫീൽ ലൈക്ക് ഐ ആം ഗെറ്റിംഗ് മോർ വീക്ക്. എനിക്ക് ഒരു 2-3 അടി നടക്കാൻ പോലും പറ്റുന്നില്ലാത്ത ഒരവസ്ഥ വന്നു. ഓൾമോസ്റ്റ് 32 weeks ഒക്കെ കഴിഞ്ഞ് ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ ദ 34th week ആണെന്ന് തോന്നുന്നു. when I was parking, I still remember the place. അവിടെ ഞാൻ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഐ വാസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ കാർ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ക്രോസ് ചെയ്തു, റോഡ് ക്രോസ് ചെയ്തു, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറിയതേ ഉള്ളൂ. ഐ കുഡിൻറ്റ് സ്റ്റാൻഡ്. ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ഓൺ ദ സ്റ്റെപ്പ്. ആ ബിൽഡിംഗ് എൻട്രൻസിൻ്റെ ആ ഒരു സ്റ്റെപ്പിൽ ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ്. അപ്പോൾ അത്രയ്ക്ക് ഞാനങ്ങും ടയേർഡായിപ്പോയി. അപ്പോൾ ഐ വാസ് ഓൾസോ തിങ്കിങ്, എന്താണിത്, ഇത്രയും ഞാൻ ടയേർഡാവാൻ എന്താ കാരണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. ആ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഐ നെവർ ഡിഡ് എനിത്തിങ് ഫോർ ദാറ്റ്. ആ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് വൺ ഡേ എൻ്റെ ബിൽഡിങ്ങിൽ താഴെ ഞാൻ ജസ്റ്റ് നിന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫീസിൽ നിന്ന് ഐ വാസ് ഓൺ ദ വേ ബാക്ക്. അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിലുള്ള ഒരു ഷി വാസ് എ മെയ്ഡ് ആൻഡ് ഐ ഹാഡ് ടു താങ്ക് ഹർ ആക്ച്വലി. ആൻഡ് അവരെന്നെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, അനു, വാട്ട് ഹാപ്പൻ ടു യുവർ ഫേസ്, എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് ലൈക്ക്, അവർ പറയുന്നു സംതിങ് ഈസ് റോങ് വിത്ത് യു, യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ കെയിം ബാക്ക് ഹോം. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. എനിക്കൊരു നിമിത്തം കണക്ക് തോന്നിയത്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഐ ഷുഡ് കൺസൾട്ട് ദ ഡോക്ടർ. ഇറ്റ് വാസ് ലൈക്ക് ഐ തിങ്ക് വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ആൻഡ് മൈ അപ്പോയിൻമെൻറ്റ് വാസ് ഓൺ സാറ്റർഡേ. എനിക്ക് ഓൾറെഡി സാറ്റർഡേ അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ഐ കുഡ് ഹാവ് വെയിറ്റഡ് ഫോർ സാറ്റർഡേ. പക്ഷേ ബിക്കോസ് ദിസ് ലേഡി ടോൾഡ് മീ, എനിക്ക് എൻ്റെ മൈൻഡിൽ എന്തോ എനിക്ക് ഒത്തിരി ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ആസ് ഒരു നിമിത്തം കണക്ക് തോന്നിയിട്ട് ഐ ടോൾഡ് മൈ ഹസ്ബൻഡ് ഐ എം ഫീലിംഗ് സംതിങ് റോങ്, നമുക്ക് നേരത്തെ ഡോക്ടറെ അടുത്ത് പോയി നോക്കാമെന്ന്. ആൻഡ് വി വെൻറ്റ് ടു ദ ഡോക്ടർ. അങ്ങനെ സുലേഖ ഹോസ്പിറ്റലിലായിരുന്നു. വി വെൻറ്റ് ദെയർ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അന്ന് ലീവ്, ഓഫ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ when I was waiting there, ഡോക്ടർ അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. And I was waiting there. ഞാൻ ഇവിടെ ഒരു ലേഡീനെ കണ്ടു. She was carrying her newborn baby. And then I just chit-chatted with her. അവർ പറഞ്ഞു she had a high BP and എമർജൻസി ആയിട്ട് വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്തു 36 weeksലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടി. ചെറിയതായിട്ട് ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം കേട്ടാൽ എനിക്ക് പെട്ടെന്ന് പേടി വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു. ആൻഡ് ദെൻ ദർ വാസ് നോ അതർ സൊല്യൂഷൻ. ഡോക്ടർ അവിടെ ഇല്ല. സോ വി ഹാഡ് ടു ഗോ ബാക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് വിശന്നിട്ട് ഞങ്ങൾ പനൂരല്ല ഏതോ ഒരു കാഫറ്റേരിയയിൽ കയറിയിട്ട് വി ഹാഡ് എ ഷവർമയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഐ ഫെൽറ്റ് ഡിസിനെസ് ഫീൽ ചെയ്തു. ആൻഡ് ഐ ടോൾഡ് മൈ ഹസ്ബൻഡ് ഐ എം ഫീലിംഗ് ഡിസി. അപ്പോൾ വി കെയിം ബാക്ക് ഹോം ഫാസ്റ്റ്. ഇപ്പോൾ വീട്ടിൽ തന്നെ BP പാരറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. വി ചെക്ക് ദ BP, ഇറ്റ് വാസ് വെരി ഹൈ. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഐ തിങ്ക് 160 എങ്ങോട്ടായിരുന്നു തോന്നുന്നു. So we just called her cousin sister. She was an Ayurvedic doctor. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വി വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. എമർജൻസിയിൽ ചെന്നു.
എമർജൻസിയിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പേടി കാരണം ഈ 160 എന്നുള്ളത് 200 പോയി. ആൻഡ് അവിടെ പിന്നെ ഒരു എന്തുവാ ഖയോസ് ആയിരുന്നു. ഭയങ്കര ഒരു ഡോക്ടേഴ്സ് അങ്ങോട്ട് ഓടുന്നു, സിസ്റ്റേഴ്സ് അങ്ങോട്ട് ഓടുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ 36 weeks ഐ ബിലീവ്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ എൻ്റെ ബി പി ഭയങ്കര ഹൈ ആയി. അവർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നു, പക്ഷേ മൈ ബി പി വാസ് നോട്ട് കമ്മിങ് ഡൗൺ. എന്നിട്ട് ദേ ട്രൈഡ് ആഫ്റ്റർ സം ടൈം 1 more dose. എന്നിട്ടും എൻ്റെ ബി പി താന്നില്ല. ആൻഡ് ദ ഡോക്ടർ സെഡ് ഇറ്റ്സ് very risky, it's very high risk, so you have to shift her to another hospital. But because avade ee oru avasthayil neonatologist illanda, they are not supposed to do a surgery. C-section cheyan they are not allowed, it is illegal. Appo they called Wellcare Hospital, and Wellcare Hospital they said we cannot take, she is not my patient, she is not a patient ennu. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അവിടുത്തെ അനസ്തീഷ്യസ്റ്റ്, ഹി വാസ് എ വെരി നൈസ് മാൻ, ഹി വാസ് എൻ ഓൾഡ് മാൻ ബട്ട് വെരി നൈസ് മാൻ. അപ്പോൾ ആ ആൾ ഡോക്ടർ വിളിച്ചിട്ട് വെൽകെയറിൽ വിളിച്ച് സംസാരിച്ചു. ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ, ഇറ്റ്സ് ദ ബ്രിം ഓഫ് എന്തോ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. സോ ബേബി ഓർ ദ മോം ആ ഒരു ഇതിൽ നിൽക്കുന്ന സിറ്റുവേഷൻ. സോ യു ഹാവ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞു. ആൻഡ് ദേ സെഡ് ഓക്കെ. ആൻഡ് അവർ തിയേറ്ററൊക്കെ റെഡിയാക്കി എന്നെ കൊണ്ട് ചെന്നാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി C-section ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ദേ ഡിഡ്. ആൻഡ് ഹിയർ ഞാൻ ഡോക്ടർ വന്നപ്പോൾ, പ്രമീള എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. ഡോക്ടറെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നെ ഡോക്ടർ തന്നെ ഡെലിവറി ചെയ്താൽ മതി പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പം ഷീ ഡിഡ്ന്റ് റിപ്ലൈ. ഫേസ് വാസ് ലൈക്ക് എന്തുവാ പറയുന്നത്, ഒരു നിർവികാരമായ ഒരു ഫേസായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദറ്റ് ഫേസ്. അവരുടെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് പ്ലീസ് ഡോക്ടർ തന്നെ എന്നെ ഡെലിവർ ചെയ്താൽ മതി. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ക്ലിക്ക് ഹർ മൈൻഡ് ഇൻ സം വേ ഓർ ദ അതർ. ആൻഡ് ഷീ ആസ്ക്ഡ് മൈ ഹസ്ബൻഡ്, can you take the risk if she is not taken to the Wellcare Hospital? My husband said, okay, we can take the risk. So he took the risk for not shifting me to the hospital. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ ലൈക്ക് ഐ വാസ് പ്രേയിങ് ടു all the gods. നാട്ടിൽ എൻ്റെ പപ്പയമ്മയും they were in front of the prayer room. അപ്പോൾ they are like everybody was like, ഈ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന കാണുമ്പോൾ തന്നെ നമ്മളുടെ പകുതി ജീവൻ പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ my BP started coming down, and then they moved me to the ward, എമർജൻസിന്ന് കാഷ്വാലിറ്റിന്ന് അവിടുന്ന് അങ്ങോട്ട് റൂമിലോട്ട് മാറ്റി. ആൻഡ് ദെൻ ഐ വാസ് അണ്ടർ പ്രോപ്പർ ഒബ്സർവേഷൻ ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ്. ബിക്കോസ് ആ നിയോനേറ്റോളജിസ്റ്റ് ഡോക്ടർ മോണിക്ക ആയിരുന്നു. ഡോക്ടർ മോണിക്ക, ഷി വാസ് ഓൺ ലീവ്. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരേണ്ട, വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരേണ്ട ടൈമാണ്. ആൻഡ് ദേ വെർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹർ ടു കം ബാക്ക്. അപ്പോൾ ആൻഡ് ഇൻ ദ മീൻ ടൈം എന്നെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് തരേണ്ട മെഡിസിൻസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ദ ഡേ ഷീ വാസ് അറൈവിങ്, മൈ BP അഗെയിൻ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സ്ഥിതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് they were actually worried. അവർ ഷാർജയിലുള്ള സുലൈഖയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള അനദർ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടഡ്. ആൻഡ് ദേ സെഡ് എന്നെ ആംബുലൻസിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്, ആൻഡ് വിത്ത് സപ്പോർട്ട്. ആൻഡ് ദ ഡോക്ടേഴ്സ് നോ ദാറ്റ് എനിക്ക് കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണെന്ന്. അപ്പോൾ ദേ തോട്ട് ലൈക്ക് എന്നെ ആംബുലൻസിലോട്ട് കയറ്റിയാൽ ചിലപ്പോൾ എനിക്ക് അവിടെ വെച്ച് അറ്റാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ദേ were trying to avoid the situation to the level maximum that they could. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് the moment my BP was about to shot back again, this lady, luckily she flew back to Dubai. And അവർ വന്ന് ലാൻഡ് ചെയ്തതും എൻ്റെ BP ഹൈ ആയതും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. ആ ടൈമിങ്ങിൽ
ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. സോ ദേ കോൾഡ് ഹർ. ഷീ കെയിം ഡയറക്ട്ലി ഫ്രം ദ എയർപോർട്ട് ടു ദി ഹോസ്പിറ്റൽ, ഡയറക്ട്ലി ടു ദ ഓപ്പറേഷൻസ് തിയേറ്റർ. തിയേറ്ററിൽ വന്ന് അവർ എൻ്റെ ഡെലിവറി എടുത്തു. സോ ദ കണ്ടീഷൻ വാസ്, അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ദിസ് ഇസ് കോൾഡ് പ്രീ എക്ലാംസിയ. ഒരു 20 വീക്സ് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ BP എപ്പോഴും ഒരു 140/90 നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ദാറ്റ് ഈസ്, യു ക്യാൻ ഗൂഗിൾ ഇറ്റ് അപ്പ്, യു വിൽ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻസ് ത്രൂ ഗൂഗിൾ. സോ ഇറ്റ് കുഡ് ബി ഓഫ് മെനി റീസൺസ്. ദ റീസൺസ്, പല റീസൺസ് കൊണ്ട് ഇത് ഉണ്ടാവാം. ഔട്ട് ഓഫ് വിച്ച് ഐ ഫൗണ്ട്, എനിക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ എമൗണ്ട് ഓഫ് സ്ട്രെസ് ദാറ്റ് യു ടേക്ക് ഡ്യൂറിങ് യുവർ പ്രഗ്നൻസി. അത്, സോ ഹൂഎവർ ഇസ് പ്രഗ്നൻറ്റ് നൗ, ഹൂസ് ഗോയിങ് ടു ബി പ്രഗ്നൻറ്റ്, പ്ലീസ് ഡോണ്ട് ടേക്ക് എനി സ്ട്രെസ്. ഇപ്പം നമുക്ക് ഓഫീസിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടാലും, ഈവൻ ഇഫ് ദേ ഷൂട്ട് ഔട്ട് യു ഫ്രം ദ ഓഫീസ്, ജസ്റ്റ് ലീസ്റ്റ് ബോദർ ഇറ്റ്. അതിനെ ബോദർ ചെയ്യേ വേണ്ട. യുവർ ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ജോബ്. ഒരിക്കൽ ഞാൻ സെയിൽസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് എന്തോ ഒരു ചെറിയ കുലുക്കം കണക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് വെളിയിലിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ദാ കിടക്കുന്നു, നല്ല അടിപൊളിയായിട്ട് ടയർ പഞ്ചറായി കിടക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇൻഷുറൻസ് കമ്പനീനെ വിളിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ്, സോ പ്ലീസ് സെൻഡ് സംബഡി ആസ് ഏർലി ആസ് പോസിബിൾ. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആരെങ്കിലും വിടണമെന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, നോ പ്രോബ്ലം മാഡം, വിൽ സെൻഡ് യു ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കാറിനകത്ത് ഇരിക്കുന്നു, വെളിയിലിറങ്ങി നിൽക്കുന്നു. പക്ഷേ 30 മിനിറ്റ്സ് കഴിഞ്ഞ് 45 മിനിറ്റ്സ് ആയിട്ടും അവിടെ ആരും എത്തിയില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്യുക, ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടോവിങ് വണ്ടി ഫൈനലി എത്തി. അങ്ങനെ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ എന്നെ അടുത്ത സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാമെന്ന് ഏറ്റു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് ആ വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ ചോദിച്ചു. ഞാൻ ആ പ്ലേറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. ഐ നോ ഹി മസ്റ്റ് ഹാവ് ഫെൽറ്റ് എംബാരസ്ഡ്, പക്ഷേ നമ്മളുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. സോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഐ വെൻറ്റ് ദെയർ വിത്ത് ഹിം. ആ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കയറി എൻ്റെ ടോവിങ് വണ്ടിയുടെ കൂടെ ഞാനും പോയി ഒരു സർവീസ് സെൻറ്ററിൽ ചെന്നു. എൻ്റെ വണ്ടി അയാൾ ശരിയാക്കി തന്നു, ടയർ അയാൾ റീഫിൽ ചെയ്ത് തന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് കോൾ വരുന്നു, മാഡം വി ആർ വെയിറ്റിംഗ് ഹിയർ, വേർ ആർ യു? ഞാൻ പറഞ്ഞു, ആരാ ഇത്, എവിടുന്നാ? അപ്പോൾ അവർ പറഞ്ഞു, വി ആർ ഫ്രം ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഞാൻ ഈ മനുഷ്യനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്നല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല മാഡം, നിങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, ഒരു പ്രഗ്നൻറ്റ് ലേഡി നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ മറ്റേവരടുത്ത് പറഞ്ഞു, ഓക്കെ നിങ്ങൾ വിട്ടോ, എന്നെ വേറെ ആൾ വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു, വലിയൊരു താങ്ക്സ് പറഞ്ഞു. അയാൾക്കൊരു 50 ദിർഹം കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു പോരുന്നു. പക്ഷേ ഈ ഒരു 30 മിനിറ്റ്സ് ഞാൻ എടുത്ത ടെൻഷനും ദേഷ്യവും ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഇതെല്ലാം കൂടെ ചേർന്ന് കലർന്ന ഒരു വികാരം എന്ന് പറയുന്നത് എൻ്റെ ബോഡീനെ അത് അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ, നമ്മളുടെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യം എടുക്കുക ചെയ്യരുത്. വാട്ട് എവർ ഹാപ്പൻസ്, ഇനി മലമറിക്കാൻ ഉള്ള പ്രശ്നം ഉണ്ടെങ്കിലും യു ജസ്റ്റ് ലീസ് ബോദർ അബൌട്ട് ഇറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ യുവർ ജോബ്. നമ്മൾ ജോബ് പോയാൽ വേറൊരു ജോബ് കിട്ടും. അന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ സിറ്റുവേഷൻ അല്ല, അന്നത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു ജോബ് പോയാലും പുതിയൊരു ജോബ് കിട്ടാൻ ഒരു പാടുമില്ല. സോ ജസ്റ്റ് ലീസ്റ്റ് ബോദർ അബൌട്ട് ഇറ്റ്. ഇനിയിപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം, ബിക്കോസ് നമുക്കിനി എത്ര ഹെൽത്ത് ഉണ്ടെങ്കിലും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ്. ഇറ്റ് ഇസ് യു ആർ എ ബിഗ് സീറോ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ, എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ, നമ്മൾ സ്ട്രെസ് എടുക്കാതിരിക്കുക. ആൻഡ് ഓവർ ദാറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസിയാണ്. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആൻഡ് കാൽഷ്യം ഡെഫിഷ്യൻസി. ഇപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസിനെ പറ്റി ഒരുപാട് റിസർച്ച് നടക്കുന്ന ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും ആ ഒരു കാര്യത്തിലോട്ട് കൊണ്ട് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക റിസർച്ചേഴ്സ്. സോ നമ്മളായിട്ട് അത് കുറയ്ക്കേണ്ട. ആ ഒരു ടൈമിൽ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഡെഫിഷ്യൻസീസ്. വിറ്റമിൻ ഡി ഇസ് വെരി വെരി ക്രൂഷ്യൽ. ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ റീസൺ അത് ഒന്നായിട്ട് കാണിക്കുന്നുണ്ട്, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി.
സോ അതുകൊണ്ട് കാൽഷ്യം ആൻഡ് വിറ്റമിൻ ഡെഫിഷ്യൻസി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്യുക ആഫ്റ്റർ 20 വീക്സ്. പിന്നെ ഇത്രയും ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റിമെയിൻ ഹെൽത്തി ഡ്യൂറിങ് യുവർ പ്രഗ്നൻസി ടൈം ആൻഡ് ഡെലിവർ ഒരു ഹെൽത്തി ബേബീനെ ഡെലിവർ ചെയ്യാൻ പറ്റും. വിത്ത് ഗോഡ്സ് ഗ്രേസ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ സംഹൗ. ആൻഡ് ആഫ്റ്റർ 6 months ഓഫ് മൈ ഡെലിവറി കേട്ടോ, അത് കഴിഞ്ഞിട്ടാണ്. ആൻഡ് ദാറ്റ് ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സംബഡി വാണ്ട്സ് ടു നോ അബൌട്ട് ദാറ്റ്, യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ. എങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു. നീ ഒരു പോസ്റ്റ് ഡെലിവറി പ്രിയക്ലാംസിയ കണ്ടിന്യൂ പ്രൊലോങ്ഡ് പ്രിയക്ലാംസിയ ആഫ്റ്റർ യുവർ ഡെലിവറി, അതിന് എങ്ങനെ ഇത് ചെയ്തെന്നുള്ളത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. അതെനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിൽ ജസ്റ്റ് റിലാക്സ് യുവർ സെൽഫ്, റിമെയിൻ ഹാപ്പി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും എന്താണ് വിറ്റമിൻസും കാൽഷ്യം എല്ലാം നല്ലതായിട്ട് എടുക്കുക. സോ സ്റ്റേ ഹെൽത്തി. പ്രഗ്നൻസി ആൻഡ് പ്രിയക്ലാംസിയ പേടിപ്പിക്കാൻ പറയല്ല, ജസ്റ്റ് ബി കോഷ്യസ്. ടേക്ക് കെയർ. ബൈ.